ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിന് പാർക്കിങ്ങിന് സ്ഥലമുള്ളത്. ഒക്കെ 3 മീറ്റർ ചെറിയ റോഡാണ്. ഉണ്ടോ, ഇത്ര ചെറിയ റോഡാണ്. അപ്പം ഇവിടെയാണ് ഇതിന് പാർക്ക് ചെയ്യേണ്ടത്. സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ 12 ചോലക്കൽ പറഞ്ഞ സ്ഥലം. ചോലക്കൽ നിങ്ങൾ അവിടുന്ന് കാവനൂർ കൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ വലത്തെ ഭാഗത്ത് ഇതിൽ കയറിയാലും ആ മലയൊക്കെത്തും. കോട്ടത്തടായി വ്യൂ പോയിൻ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ചുറ്റും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട, പർവ്വതനിരകളാലും അരുവികളാലും ഒക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോട്ടത്തടായിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണിത്. കുറച്ചുകൂടി മുകളിൽ പോയാൽ അതിലേറെ ഉസാറായിട്ട് കാണാണ്ട്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അരീക്കോടിൻ്റെയും കാവനൂർ പഞ്ചായത്തിൻ്റെ ഏകദേശം അതിർത്തികൾ പങ്കിട്ട് പോകുന്ന ഒരു ഏരിയ കൂടിയാണ്. സ്ഥലം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കയറുന്നതിനും കാണുന്നതിനും ഒക്കെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. നല്ല പറങ്കൂച്ചികളുണ്ട് കേട്ടോ. വണ്ടികളൊന്നും കാര്യമായിട്ടില്ല. നല്ല ഇട തൂർന്നിട്ട് നല്ല പറങ്കൂച്ചി വണ്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം കണ്ടോ, കുറച്ചും കൂടി വിശാലമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്താണ് സ്ഥലങ്ങൾ. രാത്രി ആയാലും വിമാനങ്ങൾ ഇറങ്ങണത് പോണതൊക്കെ കാണാം. ആ 2 മല കാണുന്നതാ, അവിടെയാണ് കരിപ്പൂർ എയർപോർട്ട് വരുന്നത്. പിന്നെ പറമ്പ് പള്ളിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. റഹ്മാനിയ ജുമാ മസ്ജിദൊക്കെ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ കാണുന്നതാണ് കാവനൂർ മജ്മ. ഇത് ആ ബിൽഡിങ്ങൊക്കെ മജ്മേൻ്റെ ആണ്. ആ ചെറിയ ബിൽഡിങ്ങാണ്. ആ 2 ബിൽഡിങ് ഇത് അതും ഇതും മജ്മയാണ്. പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആ കാണുന്നത്. എന്താ വ്യൂ അറിയങ്ങൾ. പ്രകൃതിൻ്റെ ഓരോരോ സംഭവങ്ങൾ ഇത് നേരിട്ട് കണ്ടെങ്കിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. വൈകുന്നേരമായാൽ നല്ല കാറ്റാട്ടോ ഇവിടെ. ഞാറൽപ്പഴം പൂവിട്ടിക്കണ ആട്ടങ്ങളിൽ കാണുന്നത്. ഞാറൽപ്പഴം ഇതൊക്കെ കാട്ടിലെ ഇപ്പോൾ ഉള്ളൂ. അതൊക്കെ അന്യം നിന്ന് പോയി, വംശനാശം നേരിട്ട് പോയി. ഒരുപാട് ചെടികൾ. ഇതൊരു ജൈവ ഇതിൻ്റെ കലവറയാണ് ഈ കോട്ടക്കുന്ന് പറയുന്നത്. ഒരുപാട് സസ്യലതാദികൾ, ഒരുപാട് പക്ഷികൾ, ആവാസ വ്യവസ്ഥ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഏതോ ഒരു പെരയത്തെ കോയിനെ ഇവിടെ കുടിച്ചു വന്നാണ് കീരി അത്തോ തിന്നാണ്. നല്ല നാടൻ കോഴിയാണ്. ഇതിനടക്കം ഉണ്ട് തുങ്ങൽ. ചന്ദനാട്ടത്, കാട്ടു ചന്ദനം ഉണ്ടല്ലേ. കാടിയോടക്കാരാ മുറിച്ചു പോയിന്. അതിൻ്റെ തൈ പിന്നെയും പടവും മുളച്ചുണ്ടായതാ. ഇങ്ങനത്തെ ഈ ബജ്ജില്ലാത്ത ഈ പാറകെട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ. ഇങ്ങനത്തെ വഴിയാണ്. വഴി ദുർഘടമായൊരു വഴിയാണ്. ഇതാണ് മക്കളെ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള വ്യൂ. ഇത് ഇപ്പം മൂടൽമഞ്ഞ് കുറച്ച് ദിവസമുണ്ട്, അതുകൊണ്ട് വ്യൂ കറക്റ്റല്ല. എന്താ സ്ഥലം. ഇവിടെ നമുക്ക് പേരറിയാൻ പറ്റാത്ത ഒരുപാട് സസ്യങ്ങളുണ്ട്.
ഇതൊക്കെ ഇവിടെയൊക്കെ പഞ്ചായത്ത് ഓരോ ദൂരമുള്ള സ്ഥലങ്ങളാണ് ഈ മലകൾ ഒക്കെ കാണുന്നത്. ഇപ്പം നമ്മളെ മലയാണ് ഏറ്റവും ഹൈറ്റിൽ ഇവിടെ നിൽക്കുന്നത്. മറ്റൊക്കെ ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ലെവലാണെങ്കിലും നമ്മളിത് പൊന്തി നിൽക്കണ നമുക്കാണ് തോന്നുന്നത്. ഈ പാറമ്മേലൊന്ന് നോക്കിയാണ്ടല്ലോ ഇതാ എന്താ സ്ഥലം. ടവറുകൾ ഇങ്ങനെ പൊന്തിക്കണം ഇഷ്ടം പോലെ കാണാം. നമ്മളെ ഫോണ് ചെറുതായതുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും എന്നാലും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം. ഇതിൻ്റെ ഒരു ഭാഗം മേപ്രവാട് ചോല അറിയുന്ന സ്ഥലം, ഒരു ഭാഗം ക്ലിക്കല്ല്, ഒരു ഭാഗം പിന്നെ സോത്തുപുത്തലം, അങ്ങനെയൊക്കെ അവിടെ വരുന്നത്. പുല്ലാണി ഉണ്ടോ പൂട്ടാണ്ട് ഉഷാറായി നിൽക്കുന്നുണ്ട്. പുല്ലാണി മൂർക്കം ഉണ്ടാവുമോ? ആളും മനസ്സിലും ഇല്ലാത്ത സ്ഥലമാണ്. ചക്കന്മാർ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടേ നല്ല സൺറൈസ് ഉണ്ട് കേട്ടോ. അവിടെ സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നുള്ളൂ. ഇടുക്കിലുണ്ടെങ്കിലൊരു ഞാറൽപ്പായ ഉണ്ടായത്. ഞാറലാട്ടോ, ഞാവൽ വേറെ ഉണ്ട്. നമ്മളിവിടെ ഇതിന് ഞാറൽപ്പായ എന്നാണ് പറയല്. ഈ പാറൻ്റെ ഇടുക്കിൽ പശികൾ കൊണ്ടുവരുന്ന ഇതൊക്കെ. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗമായിട്ടത് നല്ല പരന്ന സ്ഥലം. ഈ പുല്ലുണ്ട്, ഉണങ്ങി കിടക്കുക. തീപ്പെട്ടി സിഗരറ്റ് വലിക്കാരൊക്കെ വരികയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ പരന്ന സ്ഥലമാണ്. നല്ല കാറ്റുണ്ടാവും, നല്ല പന്നികളും ഉണ്ടാവും. ഇവിടെ നടക്കാൻ പറ്റില്ല, ഒഴിഞ്ഞ സ്ഥലത്തൂടെ അല്ലാതെ നടക്കാൻ പറ്റില്ല. ഇവിടെ ഒരു യൂക്കാലിപ്സ് ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഇതാണ് കൂരിയല പറഞ്ഞ സാധനം. ഇതോടെ നമ്മളെ ചെറുപ്പത്തിലൊരു പീപ്പി ഉണ്ടാക്കലിൻ്റെ അതിൽ. നമുക്കിപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കയ്യോ നോക്കുക. പണ്ട് പഠിച്ചത്. അപ്പോൾ മദ്രസയിലൊക്കെ കുട്ടികളെ ഞങ്ങളൊക്കെ അടിച്ചാൻ വേണ്ടിയാണ് മൂല്യന്മാർ കൊണ്ടുവരലുണ്ടായത്. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചൂരലിൻ്റെ മാതിരി നിൽക്കുന്നത്. ഇതൊക്കെ ഈ പറമ്പിലുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ പിടിക്കുക, മടക്കുക, ചുറ്റി കൊണ്ടിട്ട് ചന്ദനത്തിൻ്റെ കുരു ആട്ടത് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ചന്ദനത്തിൻ്റെ കുരു. കുഴിച്ചിട്ടാൽ മുളച്ച് വരും. ഇതാണ് കസാവല് പറഞ്ഞ സാധനം കേട്ടോ. കസാവല് മുമ്പൊക്കെ മറ്റേ വിക്കാസിനൊക്കെ തായ് ഉണ്ടാക്കല്ലായതുകൊണ്ട് ഇതിവിടെ മലയിലും ഇപ്പം അല്ലാതെ വംശനാശം നേരിട്ട് പോയി. ഇതിപ്പോൾ കാണാൻ ഓടിയില്ല. ഈ മലയിൽ ഇതൊക്കെ ചെറുനാരങ്ങൻ്റെ തൈ ഉണ്ടായി. കണി ഉണങ്ങി പോയി അല്ലേ ഇല. ഇത് തെളുത്ത് വരും, മഴ ചെയ്താൽ തെളുത്തോളും. നമ്മൾ നേരത്തെ കണ്ട കസാവല് ഇതാ വിശദമായിട്ട് കാണാം. ഇതാണ് കസാവല് പറഞ്ഞ മരം. ബമ്പരം ചെത്താനൊക്കെ എടുക്കലില്ല അതിന്. പൂമ്പാറ്റ തേൻ കുടിക്കാട്ടോ. ഞാറൽ പായത്തും വന്ന് ഇതാണ് കീക്കേകുംപള്ളി പറഞ്ഞ സാധനം അല്ലേ. നമ്മൾ ഇലമങ്ങലത്തിൻ്റെ ഏകദേശം ഒരു ഇല പോലെ ഉണ്ടാവും. ഇതിനടിയിൽ നല്ല കായുണ്ടാവും, നല്ല മുള്ളും ഉണ്ടാവും അടിയിലെ.
മുള്ളുകളുണ്ടാവും, മുള്ള്. ഇതൊരു ജൈവ സമ്പത്ത് നിറഞ്ഞൊരു മലയാണിത്. ഒരുപാട് ഔഷധ ചെടികളും സസ്യലതാദികളും ഉൾക്കൊള്ളുന്ന ഒരു ഹരിത മല. അപ്പം കോട്ടത്തടായി എന്നുള്ള മനോഹരമായ സ്ഥലത്ത് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഇൻഷാ അല്ലാഹ്.